ഇപ്പോൾ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഈ 13 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. സ്കൂളിന് മുന്നിൽ തൂങ്ങിയാടിയിരുന്ന ഒരു ഇലക്ട്രിക് ലൈനിൽ നിന്നാണ് ഷോക്കേറ്റതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. സ്കൂളുകൾക്ക് മുന്നിലൊക്കെയുള്ള അപകടാവസ്ഥയിലുള്ള ലൈനുകൾ പെട്ടെന്ന് തന്നെ അത് അപകടമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് അത് എന്താണ് മിനിസ്റ്റർ പാലിക്കാതെ പോയത്? ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായില്ലേ? അതിനെ ഇത് അന്വേഷിക്കാൻ വേണ്ടി കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്ക് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അന്വേഷിച്ചിട്ട് ഒരു 2-3 മണിക്കൂറിനുള്ളിലും മറുപടി കിട്ടും. മറുപടി കിട്ടിയ ശേഷം എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ വാർത്തയല്ലേ കണ്ടല്ലോ, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം. ആരാ കുറ്റക്കാരെ വെച്ചാൽ അവർ എന്താണ് കുറ്റം ചെയ്തിരിക്കുന്നത്, ആരാ കുറ്റം ചെയ്തിരിക്കുന്നത് നമുക്കറിയണമല്ലോ. മിനിസ്റ്റർ, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ താങ്കൾ കാണുന്നുണ്ടാകുമല്ലോ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതാ ക്യാബിനറ്റ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ കേട്ടോ. ദൃശ്യങ്ങൾ കൂടി ഞങ്ങളിപ്പോൾ തത്സമയം അത് കാണിച്ചു നൽകുന്നുണ്ട്. സ്കൂളിന് മുകളിൽ ഒരു ഊഞ്ഞാല് പോലെ കിടക്കുകയാണ് വൈദ്യുത ലൈനുകൾ. അല്ല, അതെന്താന്ന് അന്വേഷിച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം അവിടെ ഷെഡ് കെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണമല്ലോ. അദ്ദേഹം അന്വേഷിക്കട്ടെ കേട്ടോ. ഓക്കെ, ശരി മിനിസ്റ്റർ. ക്യാബിനറ്റ് കഴിഞ്ഞിറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. മന്ത്രി തത്സമയ പ്രതികരണമാണ് നടത്തിയത്.